ഹലോ, അല്ലൂട്ടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ രാവിലെ എനിക്കിട്ട് അല്ലൂട്ടൻ ഭക്ഷണം കഴിക്കുകയാണ്. അത് സ്പെഷ്യൽ ഫുഡൊന്നുമില്ല, കുറുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കഴിക്കാൻ മടിയായതുകൊണ്ട് നമ്മൾ ഫോണിൽ കൊച്ചു TV ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കും. ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിക്കാവേ. ഇനി ഇത് അടുത്ത കലാപരിപാടിയിലോട്ട് കടന്നു. അല്ലൂട്ടന് ഇഷ്ടമല്ലാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് അരി ഭക്ഷണം കഴിക്കണത്. രണ്ടാമത് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് കുളി. വെള്ളത്തിൽ എത്ര നേരം വേണം, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര നേരം വേണമെങ്കിലും നിന്ന് കളിച്ചോളും. പക്ഷെ അവനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം. എക്സ്പെഷ്യലി മുഖം കഴുകുക, തല കഴുകുക, അതൊക്കെ ഭയങ്കര ദേഷ്യമുള്ള സംഭവമാണ് അവനിക്ക്. അപ്പോൾ അത് അമ്മയാണ് കുളിപ്പിക്കണത്. അമ്മ കുളിപ്പിച്ചാൽ കുറച്ച് ഞാൻ കുളിപ്പിക്കുന്നതിനേക്കായി എനിക്ക് കുറച്ച് വൃത്തിയായിട്ട് തോന്നും. അതാണ് എന്നെ എപ്പോഴും അമ്മയും കൊണ്ട് കുളിപ്പിക്കുക. ആൾ ഭയങ്കര വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അല്ലൂട്ടൻ്റെ ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഡ്രസ്സ് ഇടൽ. ഉണ്ടോ കരയുന്ന ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടു. ഞാൻ അവനെ തൊട്ടിയിലിട്ട് ആട്ടിയിട്ട് അങ്ങനെ ഉറങ്ങി. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു 10-11 മണിയാകുമ്പോഴേക്കും അവനക്കൊരു ഉറക്കം പതിവുണ്ട്. അപ്പോൾ ആ ഉറങ്ങാണ്. 1 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുള്ള ഇപ്പാണ്. ടാറ്റ കൊടുക്കുകയാണ്. നല്ല ചില സമയത്ത് മൂഡ് ഓഫിലാണ് എനിക്ക്, ചില സമയത്ത് ഭയങ്കര എന്തോ ഭാഗ്യത്തിന് നല്ല ഹാപ്പിയിലാണ് ആൾ എണീറ്റിരിക്കണേ. ഇനി അടുത്തത് ഭക്ഷണം കൊടുക്കലാണ്. ഭക്ഷണം പൊതുവെ എനിക്കിഷ്ടമല്ല, എന്നാലും നമ്മൾ കൊടുക്കണമല്ലോ. അല്ലാതെ നമ്മൾ എപ്പോഴും സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കി നമ്മൾ എപ്പോഴും അരി ഭക്ഷണം കൊടുക്കണം കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ അരി ഭക്ഷണം കൊടുത്തു. ചോറും ചെറിയൊരു തോരൻ, ഉപ്പേരി, അച്ചാറൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത് കൊടുത്തു. അവൻ്റെ കുറച്ച് നേരമുള്ള കളി. അവനങ്ങനെ കളിക്കാനൊന്നും ഇവിടെ ആൾക്കാരില്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഏത് സമയം എന്നെ ചുറ്റിപ്പറ്റിയിട്ടാണ് അവൻ കളിക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കളിക്കുകയാണെങ്കിലും അവന് ഞാനെടുത്ത് വേണം, അല്ലാതെ അവൻ കളിക്കില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ കളിക്കാറില്ല. ആരും ഇവിടെ അവന് ചുറ്റുപാടത്ത് ഇവൻ്റെ പ്രായമുള്ളവരൊന്നുമില്ല. അപ്പം അങ്ങനെ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ആളതിലൊന്നല്ല, ആൾ ഭയങ്കര കളിയിലാണ്. പിന്നെ എന്താണെന്നറിയില്ല, സാധാരണ ഇതും കൊണ്ടൊന്നും കളിക്കാറില്ല. എന്താണെന്നറിയില്ല, ആൾ കുറച്ച് നേരം ഇരുന്ന് കളിക്കുന്നുണ്ട്. ഹായ്, എന്താ രസമല്ലേ. ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിൽ പോകാൻ വൈകുന്നേരമായി. ഇപ്പോൾ ചേച്ചീൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. എന്നാൽ പോലും ഇത് നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറം അക്കര എന്ന് പറയും. അക്കര കടന്ന ചേച്ചീൻ്റെ വീടായി. അപ്പം ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ദൂരം നടക്കാനുള്ളൂ. അതാ ചേച്ചീൻ്റെ ഹസ്ബൻഡാണ്. അപ്പം ഞങ്ങളതിനെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുക. കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ അമ്പലത്തിൽ ഇന്ന് പരിപാടി ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. അമ്മ നേരത്തെ പോയി, രാവിലെ പോയി. ഞങ്ങൾ ചേച്ചീൻ്റെ വീടെത്തി. അതാണ് ചേച്ചി, ചേച്ചീൻ്റെ മോള്, ചേച്ചീൻ്റെ മോനാണിത്. അതെൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.